ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ദുരന്തം കളിയാണെന്ന് കളി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഉറപ്പിക്കാം. ഈ താരങ്ങളെ വെച്ച് ആര് വന്നാലും അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനില്ല. എന്തായാലും ബിലോ ആവറേജ് താരങ്ങളാണ്. കൂടുതൽ പ്രതീക്ഷിക്കുന്നത് തന്നെ മണ്ടത്തരമാണ്. പക്ഷേ കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥത, കമ്മിറ്റ്മെന്റ് എന്നൊരു സാധനം അധിക താരങ്ങളിലും ഉണ്ടായിട്ടില്ല. 3-1 ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുമ്പോൾ വഴങ്ങിയ 3 ഗോളുകളും ഡിഫൻസീവ് എററായിരുന്നു. ഗോളടിക്കാൻ ഇട്ടുകൊടുക്കുന്ന ഡിഫൻഡേഴ്സ്. മർലോണൊക്കെ എന്ത് ദുരന്തം പ്ലെയറാണ്. റെഡ് കാർഡ് ഇരുന്ന് വാങ്ങുന്ന താരം. വിപിനൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ദിവസം കഴിയുന്നോറും കളി മറന്നുകൊണ്ടിരിക്കുന്ന താരം. ഫാലോ ഗോളടിച്ചപ്പോൾ ഡിഫൻഡറായ താരത്തെ സ്ട്രൈക്കറായി കളിപ്പിക്കുന്നു. എന്തോന്നടേ ഇത്? എന്ത് ടാക്ടിക്സ് ആണ് മനസ്സിലാവുന്നില്ല. ക്രിയേറ്റീവായി കളിക്കാൻ ആളില്ലാത്തൊരവസ്ഥ. ഒരു ടീമിന്റെ ആദ്യ 11-ൽ ആദ്യമായി ഫുൾ ഡിഫൻസീവ് പ്ലേയേഴ്സ്. എന്തൊരു ദുരന്തം ടീമാണ്. ആകെ അറ്റാക്കിങ്ങിൽ യോക്കയും അജിസലും, ബാക്കി മുഴുവനും ഡിഫൻസീവ് പ്ലേയേഴ്സ്. ആകെ കുറച്ചെങ്കിലും കളിച്ചത് ഫാലോ, എബിൻദാസ് തുടങ്ങിയ താരങ്ങൾ മാത്രം. ബാക്കിയൊക്കെ വെറുതെ എണ്ണം തികക്കാൻ വേണ്ടി കളിക്കുന്നത്. ഇങ്ങനെ പോയാൽ ആരാധകർക്ക് മാത്രമാണ് നഷ്ടം. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റും ടീമൊക്കെ ആദ്യമേ ഈ സീസണിൽ എങ്ങനെ അവസാനിക്കും, എന്ത് സംഭവിക്കുമെന്നൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഓരോ മത്സരം സ്ക്രിപ്റ്റഡായി ദുരന്തം കളി കേൾക്കുന്ന ടീമും മാനേജ്മെന്റും ദിവസം കഴിയുന്തോറും ആരാധകരെ മണ്ടന്മാരാക്കുകയാണ്. ശക്തമായ പ്രതിഷേധങ്ങൾ തുടർന്നാലേ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെയെങ്കിലും ഭാവിയിൽ കാണാനാകൂ. ഇത് കോച്ചിനോടോ താരങ്ങളോടോയുള്ള വെല്ലുവിളിയോ പ്രതിഷേധമോ നീരസമോ അല്ല. ഓൺലി ഫോർ മാനേജ്മെന്റ്. മാഗ്നം ഔട്ട്. ഫ്രോഡ്, നിഖിലും ടീം ആൻഡ് ഔട്ട്. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.